Referencing and Dereferencing in Perl എന്ന വിഷയത്തിലുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്കേലാർ റെഫറൻസസ്, അറേ റെഫറൻസസ്, ഹാഷ് റെഫറൻസസ്, ഡീറെഫറൻസസ്, കൂടാതെ അറേ ഹാഷ് റെഫറൻസസിലെ എലിമെന്റ്സ് എങ്ങനെ കൂട്ടിച്ചേർക്കാം, എടുത്തുമാറ്റാം, പ്രവേശിപ്പിക്കാം. ഈ ട്യൂട്ടോറിയലിനു വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ഉബുണ്ടു ലിനക്സ് 12.04 ഓപ്പറേറ്റിംഗ് സിസ്റ്റവും Perl 5.14.2 കൂടാതെ gedit ടെക്സ്റ്റ് എഡിറ്ററുമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ടെക്സ്റ്റ് എഡിറ്റർ വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾക്ക് താഴെ പറയുന്ന കാര്യങ്ങളിൽ പ്രവൃത്തി വിവരം ആവശ്യമാണ്: Perl പ്രോഗ്രാമിംഗ്, അറേ ഫങ്ഷൻസ് കൂടാതെ ഹാഷ് ഫങ്ഷൻസ്. അതില്ലെങ്കിൽ ഈ വെബ്സൈറ്റിൽ തന്നിട്ടുള്ള Perlനെ കുറിച്ചുള്ള ഉചിതമായ സ്പോക്കൺ ട്യൂട്ടോറിയൽ കാണുക. റെഫറൻസ് എന്നാൽ എന്താണ്? ഒരു റെഫറൻസ് എന്നാൽ വേരിയബിൾ, അറേ, ഹാഷ് അല്ലെങ്കിൽ ഒരു സബ്റൂട്ടീനിലേക്കുള്ള ഒരു പോയിന്റർ അല്ലെങ്കിൽ ഒരു അഡ്രസ് ആകുന്നു. ഇത് നേരിട്ട് ഒരു ഡാറ്റയും ഉൾക്കൊള്ളുന്നില്ല. റെഫറൻസ് എളുപ്പമുള്ളതും കോമ്പാക്റ്റുമായ ഒരു സ്കേലാർ മൂല്യമാകുന്നു. വലിയ ഡാറ്റാ സ്ട്രക്ചറുകൾ അയക്കുകയും മടക്കുകയും ചെയ്യുമ്പോൾ Perlന്റെ പ്രകടനം മെച്ചപ്പെടുത്താൻ റെഫറൻസ് സഹായിക്കുന്നു. ഒരു സബ്റൂട്ടീനിലേക്ക് മൂല്യത്തിന് പകരം റെഫറൻസ് അയക്കുന്നത് മൂലം ഇതിനു മെമ്മറിയുടെ ഉപയോഗം കുറയ്ക്കാൻ കഴിയുന്നു. Perlലെ സങ്കീർണ്ണമായ ഡാറ്റാ സ്ട്രക്ചറുകളെ എളുപ്പത്തിൽ മേൽനോട്ടം നടത്താൻ കഴിയുന്നു. ഇനി നമുക്ക് റെഫറൻസ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം. ഏതൊരു വേരിയബിൾ സബ്റൂട്ടീൻ അല്ലെങ്കിൽ വാല്യൂവിന്റെ മുന്നിലും ചേർക്കുന്നത് വഴി നമുക്ക് അതിലേക്കുള്ള റെഫറൻസ് ഉണ്ടാക്കാൻ കഴിയും. ഒരു സ്കേലാർ വേരിയബിളിനെ റെഫറൻസ് ചെയ്യുന്നത് ബാക്ക്സ്ലാഷും ചിഹ്നവും ഉപയോഗിച്ചാണ് എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു അറേ വേരിയബിളിനെ റെഫറൻസ് ചെയ്യുന്നത് ബാക്ക്സ്ലാഷും ചിഹ്നവും ഉപയോഗിച്ചാണ്. ഒരു ഹാഷ് വേരിയബിളിനെ റെഫറൻസ് ചെയ്യുന്നത് ബാക്ക്സ്ലാഷും ചിഹ്നവും ഉപയോഗിച്ചാണ് എന്നാണ് ഇവിടെ തന്നിരിക്കുന്ന ഉദാഹരണം വ്യക്തമാക്കുന്നത്. എന്താണ് ഡീറെഫറൻസ്? ഒരു റെഫറൻസ് ഡീറെഫറൻസ് ചെയ്യപ്പെടുമ്പോൾ അതിന്റെ യഥാർത്ഥ മൂല്യം തിരികെ കിട്ടുന്നു. റെഫറൻസ് വേരിയബിളിനെ ചുരുള ബ്രാക്കറ്റിനുള്ളിൽ ആക്കിയാണ് ഡീറെഫറൻസ് നടത്തുന്നത്. ഇടതുവശത്തുള്ള ചുരുള ബ്രാക്കറ്റിനു മുന്നിലായുള്ള പ്രതീകം പരാമർശിക്കുന്നത് അത് ഏത് തരത്തിലുള്ള റെഫറൻസ് ആണെന്നാണ്. ഇനി നമുക്ക് വേരിയബിളുകളെ ഡീറെഫറൻസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു സ്കേലാർ വേരിയബിളിനെ ഡീറെഫറൻസ് ചെയ്യാൻ ചിഹ്നവും ചുരുള ബ്രാക്കറ്റും ഉപയോഗിക്കുന്നു. ഒരു അറേ വേരിയബിളിനെ ഡീറെഫറൻസ് ചെയ്യാൻ ചിഹ്നവും ചുരുള ബ്രാക്കറ്റും ഉപയോഗിക്കുന്നു. ഒരു ഹാഷ് വേരിയബിളിനെ ഡീറെഫറൻസ് ചെയ്യാൻ ചിഹ്നവും ചുരുള ബ്രാക്കറ്റും ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് സ്കേലാർ റെഫറൻസ് കൂടാതെ ഡീറെഫറൻസ് ചെയ്യാനുള്ള ഒരു മാതൃക പ്രോഗ്രാം നോക്കാം. ഇനി ഞാൻ gedit ടെക്സ്റ്റ് എഡിറ്ററിൽ ഒരു മാതൃക പ്രോഗ്രാം തുറക്കാം. ടെർമിനൽ തുറക്കുക, എന്നിട്ട് gedit scalarref.pl എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എന്റർ അമർത്തുക. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന കോഡ് അതേപോലെ ടൈപ്പ് ചെയ്യുക. ആ കോഡ് ഞാനിപ്പോൾ വിശദീകരിക്കാം. ആദ്യ വരിയിൽ ഒരു സ്കേലാർ വേരിയബിൾ $a അതിന്റെ ആരംഭ മൂല്യം 10 ആയും പ്രഖ്യാപിച്ചിരിക്കുന്നു. മുന്നേ പറഞ്ഞ പോലെ ഒരു സ്കേലാർ വേരിയബിളിനെ റെഫറൻസ് ചെയ്യുന്നത് ബാക്ക്സ്ലാഷും ചിഹ്നവും ഉപയോഗിച്ചാണ്. ഇത് റെഫറൻസ് വഴി സൃഷ്ടിച്ച വേരിയബിളിന്റെ മെമ്മറി അഡ്രസിനെ പ്രിന്റ് ചെയ്യുന്നു. യഥാർത്ഥ മൂല്യം പ്രിന്റ് ചെയ്യാനായി വേരിയബിളിനെ ചുരുള ബ്രാക്കറ്റും ചിഹ്നവും ഉപയോഗിച്ച് ഡീറെഫറൻസ് ചെയ്യണം. ഇവിടെ റെഫറൻസ് ഫങ്ഷൻ ഏത് തരത്തിലുള്ള റെഫറൻസ് ആണെന്നുള്ള വിവരം തിരിച്ചു തരുന്നു, അതായത് സ്കേലാർ അല്ലെങ്കിൽ അറേ അല്ലെങ്കിൽ ഹാഷ്. ഇനി ഫയൽ സേവ് ചെയ്യാനായി Ctrl+S അമർത്തുക. നമുക്കിനി പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം. ടെർമിനലിലേക്ക് തിരിച്ചുപോയി Perl scalarref.pl എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എന്റർ അമർത്തുക. കാണിച്ചിരിക്കുന്നത് പോലെ ഔട്ട്പുട്ട് പ്രദർശിപ്പിച്ചിരിക്കുന്നു. ആദ്യ വരി 10 എന്ന മൂല്യത്തെ സംഭരിച്ചിരിക്കുന്ന മെമ്മറി അഡ്രസിനെ കാണിക്കുന്നു. രണ്ടാമത്തെ വരി 10 എന്ന യഥാർത്ഥ മൂല്യത്തെ കാണിക്കുന്നു. റെഫറൻസ് ഫങ്ഷൻ സ്കേലാർ ഔട്ട്പുട്ടിനെ തിരിച്ചു തരുന്നു. അടുത്തതായി നമുക്ക് റെഫറൻസിന്റെയും ഡീറെഫറൻസിന്റെയും ശ്രേണി സൃഷ്ടിക്കുന്നത് എങ്ങനെയെന്ന് ഒരു മാതൃക പ്രോഗ്രാം ഉപയോഗിച്ച് മനസ്സിലാക്കാം. എന്റെ കയ്യിൽ ഇതിനകം തന്നെ ഒരു മാതൃക പ്രോഗ്രാം ഉണ്ട്. ഞാൻ അതിനെ gedit ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിച്ച് തുറക്കാൻ പോകുന്നു. ടെർമിനൽ തുറക്കുക, എന്നിട്ട് gedit arrayref.pl എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എന്റർ അമർത്തുക. സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന arrayref.pl എന്ന ഫയലിലെ കോഡ് അതേപോലെ ടൈപ്പ് ചെയ്യുക. ആ കോഡ് ഞാനിപ്പോൾ വിശദീകരിക്കാം. ഇവിടെ ആദ്യ വരിയിൽ @color എന്ന ശ്രേണിയെ 3 പ്രാരംഭ മൂല്യത്തോടുകൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിനെ \color ഉപയോഗിച്ച് റെഫറൻസ് ചെയ്തിരിക്കുന്നു. ഇത് ശ്രേണിയുടെ പേരാകുന്നു. പിന്നെ $colorref ലേക്ക് നിയുക്തമാക്കിയിരിക്കുന്നു. പ്രിന്റ് എന്ന പ്രസ്താവന റെഫറൻസ് മൂല്യത്തെയും ഡീറെഫറൻസ് മൂല്യത്തെയും പ്രിന്റ് ചെയ്യുന്നു. ഇനി ഫയൽ സേവ് ചെയ്യാനായി Ctrl+S അമർത്തുക. നമുക്കിനി പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം. ടെർമിനലിലേക്ക് തിരിച്ചുപോയി Perl arrayref.pl എന്ന് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എന്റർ അമർത്തുക.
കാണിച്ചിരിക്കുന്നതുപോലെ ഔട്ട്പുട്ട് പ്രദർശിപ്പിച്ചിരിക്കുന്നു. റഫറൻസ് ആയി സൃഷ്ടിച്ചിട്ടുള്ള വേരിയബിളിന്റെ മെമ്മറി അഡ്രസിന്റെ ഔട്ട്പുട്ടാണ് ആദ്യ വരിയിൽ കാണിച്ചിരിക്കുന്നത്. ഡീറഫറൻസ് ചെയ്തിട്ടുള്ള ശരിയായ മൂല്യമാണ് രണ്ടാമത്തെ വരിയിൽ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു അറേയ്ക്ക് വേണ്ടി ഡയറക്റ്റ് റഫറൻസ് പ്രഖ്യാപിക്കുന്നതെങ്ങനെയെന്ന് നോക്കാം. നമുക്കിനി പ്രോഗ്രാമിലേക്ക് തിരിച്ചുവരാം. അറേയ്ക്ക് വേണ്ടി ഡയറക്റ്റ് റഫറൻസ് ചെയ്യുന്നതെങ്ങനെയെന്ന് കാണിക്കാനായി മുൻപേയുള്ള പ്രോഗ്രാമിൽ ചില മാറ്റങ്ങൾ ഞാൻ വരുത്തിയിരിക്കുന്നു. ചതുര ബ്രാക്കറ്റ് ഉപയോഗിച്ച് ഒരു അറേയിലേക്കുള്ള ഡയറക്റ്റ് റഫറൻസ് സൃഷ്ടിക്കുന്നതെങ്ങനെയെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഡീറഫറൻസ് ചെയ്യാൻ ആരോ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നു. പ്രിന്റ് പ്രസ്താവന ഗ്രീൻ എന്ന ഔട്ട്പുട്ടായി പ്രിന്റ് ചെയ്യും. ഇവിടെ പ്രിന്റ് പ്രസ്താവന സൂചികയിലെ മൂല്യം എടുക്കുന്നു, അതായത് നമ്മുടെ പ്രോഗ്രാമിൽ അത് ഗ്രീൻ ആകുന്നു. ഫയൽ സേവ് ചെയ്യാനായി Ctrl+S അമർത്തുക. ടെർമിനലിലേക്ക് തിരിച്ചുപോയി perl arrayref.pl എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ എന്റർ അമർത്തുക. അതേ കോഡ് ഫയലിൽ ഡയറക്റ്റ് ഹാഷ് റഫറൻസ് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് നമുക്കിനി geditലേക്ക് തിരിച്ചുപോകാം. ചുരുള ബ്രാക്കറ്റ് ഉപയോഗിച്ച് ഹാഷിലേക്ക് ഡയറക്റ്റ് റഫറൻസ് നിങ്ങൾക്ക് തന്നെ സൃഷ്ടിക്കാമെന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നു. അതിനെ ഡീറഫറൻസ് ചെയ്യാൻ ആരോ ഓപ്പറേറ്റർ ഉപയോഗിക്കുക. നെയിം ആണ് ഹാഷ് കീ. ഈ കോഡ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ രണ്ട് പ്രിന്റ് പ്രസ്താവനകളും ഔട്ട്പുട്ട് സുനിൽ എന്ന് പ്രിന്റ് ചെയ്യും. ഇനി നമുക്കൊരു മാതൃകാ പ്രോഗ്രാം ഉപയോഗിച്ച് അറേ റഫറൻസിലേക്ക് എലിമെന്റ്സിനെ എങ്ങനെ കൂട്ടിച്ചേർക്കാം, നീക്കം ചെയ്യാം, കൂടാതെ പ്രവേശിപ്പിക്കാം എന്ന് നോക്കാം. എന്റെ കയ്യിൽ ഇതിനകം തന്നെ ഒരു മാതൃകാ പ്രോഗ്രാം ഉണ്ട്. അതിനെ ഞാൻ gedit ടെക്സ്റ്റ് എഡിറ്ററിൽ തുറക്കാം. ടെർമിനൽ തുറക്കുക. എന്നിട്ട് gedit arrayref.add.pl എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എന്റർ അമർത്തുക. arrayref.add.pl എന്ന ഫയൽ ഇപ്പോൾ geditൽ തുറക്കും. നിങ്ങളുടെ ഫയലിൽ കാണിച്ചിരിക്കുന്ന അതേപോലെ കോഡ് ടൈപ്പ് ചെയ്യുക. ആദ്യ വരി അറേയെ ആരംഭിപ്പിക്കുന്നു. നമ്മൾ \num അറേ ഉപയോഗിച്ച് ഒരു അറേയെ റഫറൻസ് ചെയ്തിരിക്കുന്നു. കൂടാതെ അതിനെ $ref ലേക്ക് നിയുക്തമാക്കിയിരിക്കുന്നു. ഇനി നമുക്ക് ഒരു അറേ റഫറൻസിൽ നിന്നും ഒരു പ്രത്യേക എലിമെന്റിനെ എങ്ങനെ വിളിക്കാം എന്ന് നോക്കാം. ഒരു പ്രത്യേക മൂല്യത്തിനെ വിളിക്കാനായി അറേ ഇൻഡെക്സിനെ ചതുര ബ്രാക്കറ്റിനകത്താക്കി ഉപയോഗിക്കണം. കൂടാതെ ഡീറഫറൻസ് ചെയ്യാനായി ഒരു ആരോ ഓപ്പറേറ്ററും ഉപയോഗിക്കണം. പ്രിന്റ് പ്രസ്താവന സൂചിക മൂല്യത്തെ പ്രിന്റ് ചെയ്യുന്നു. ഒരു അറേ റഫറൻസിന്റെ അവസാന സ്ഥാനങ്ങളിലേക്ക് എലിമെന്റ്സിനെ കൂട്ടിച്ചേർക്കാൻ പുഷ് ഫങ്ഷൻ ഉപയോഗിക്കുന്നു. നമ്മുടെ കാര്യത്തിൽ നിലവിലുള്ള അറേ 1 2 3 4 ന്റെ അവസാന സ്ഥാനങ്ങളിലേക്ക് 5 6 7 നെ കൂട്ടിച്ചേർത്തു. ഈ പ്രിന്റ് പ്രസ്താവന അറേ റഫറൻസ് ചേർത്തതിനു ശേഷം ഔട്ട്പുട്ട് കാണിക്കുന്നു. ഒരു അറേ റഫറൻസിന്റെ അവസാന സ്ഥാനങ്ങളിൽ നിന്നും ഒരു എലിമെന്റിനെ നീക്കം ചെയ്യാൻ പോപ്പ് ഫങ്ഷൻ ഉപയോഗിക്കുന്നു. നമ്മുടെ ഉദാഹരണത്തിൽ നിലവിലുള്ള അറേ റഫറൻസിൽ നിന്നും 7 നീക്കം ചെയ്യപ്പെടും. പ്രിന്റ് പ്രസ്താവന അറേ റഫറൻസിൽ നിന്നും നീക്കം ചെയ്ത ശേഷം ഔട്ട്പുട്ട് കാണിക്കുന്നു. ഇനി ഫയൽ സേവ് ചെയ്യാനായി Ctrl+S അമർത്തുക. നമുക്കിനി പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം. ടെർമിനലിലേക്ക് തിരിച്ചുപോയി perl arrayref.add.pl എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എന്റർ അമർത്തുക. ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ ഔട്ട്പുട്ട് പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇനി നമുക്കൊരു മാതൃകാ പ്രോഗ്രാം ഉപയോഗിച്ച് ഹാഷ് റഫറൻസിലെ എലിമെന്റ്സിനെ എങ്ങനെ കൂട്ടിച്ചേർക്കാം, നീക്കം ചെയ്യാം, കൂടാതെ പ്രവേശിപ്പിക്കാം എന്ന് നോക്കാം. ടെർമിനലിൽ gedit #add.pl എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എന്റർ അമർത്തുക. #add.pl എന്ന ഫയൽ geditൽ തുറക്കും. ഈ മാതൃകാ പ്രോഗ്രാം ഞാൻ ഇനി വിശദീകരിക്കാം. ഡയറക്റ്റ് ഹാഷ് റഫറൻസ് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിനെ $weektemp എന്ന സ്കേലർ വേരിയബിളിൽ സംഭരിച്ചു വെക്കാം. ഹാഷ് റഫറൻസ് പ്രതിനിധാനം ചെയ്യാനായി ഞാൻ ചുരുള ബ്രാക്കറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. കൂടാതെ ഡീറഫറൻസിനായി ആരോ ഓപ്പറേറ്ററും ഉപയോഗിച്ചിരിക്കുന്നു. ഈ കോഡ് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള താപനില സൂക്ഷിച്ചു വയ്ക്കുന്നു. ഹാഷിന്റെ കീ ഫംഗ്ഷനുകളിലൂടെ ലൂപ്പ് ചെയ്യുന്നതിനായി ഞാൻ ഇവിടെ കീസ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. പ്രിന്റ് പ്രസ്താവന ഹാഷിന്റെ ഓരോ ഘട്ടത്തെയും പ്രിന്റ് ചെയ്യുന്നു. ഒരു എലിമെന്റിന്റെ പ്രത്യേക മൂല്യത്തെ ഇവിടെ കാണിച്ചിരിക്കുന്ന രീതിയിൽ സ്വീകരിക്കാൻ നമുക്ക് കഴിയും. പ്രിന്റ് പ്രസ്താവന തിങ്കളാഴ്ചത്തെ താപനിലയെ പ്രിന്റ് ചെയ്യുന്നു. ഇനി ഫയൽ സേവ് ചെയ്യാം. ടെർമിനലിലേക്ക് തിരിച്ചുപോയി perl #ref.add.pl എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഔട്ട്പുട്ട് കാണാൻ എന്റർ അമർത്തുക. ഹാഷ് കീസും ഹാഷ് വാല്യൂസും ക്രമരഹിതമായ രീതിയിലാണ് സൂക്ഷിക്കുന്നത്. നേരത്തെ കൂട്ടിച്ചേർത്ത രീതിയിലായിരിക്കില്ല ഔട്ട്പുട്ട് പ്രദർശിപ്പിക്കുന്നത്. ഇതോടുകൂടി ഈ ട്യൂട്ടോറിയൽ അവസാനിക്കുന്നു. നമുക്ക് ഉപസംഹരിക്കാം.
ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ ഉദാഹരണ സഹിതം പഠിച്ച കാര്യങ്ങൾ സ്കേലാർ റെഫറൻസസ്, അറേ റെഫറൻസസ്, ഹാഷ് റെഫറൻസസ്, ഡീറഫറൻസസ്. കൂടാതെ അറേ ഹാഷ് റെഫറൻസിലെ എലിമെന്റ്സ് എങ്ങനെ കൂട്ടിച്ചേർക്കാം, എടുത്തുമാറ്റാം, പ്രവേശിപ്പിക്കാം. ഇവിടെ നിങ്ങൾക്കുള്ള അസൈൻമെന്റ് ഇതാണ്. നമ്മുടെ #refAdd.pl ഫയലിലെ വീക്ക് ടെംപിലേക്ക് സാറ്റർഡേ കൂടാതെ സൺഡേ എന്ന പുതിയ കീകൾ കൂട്ടിച്ചേർക്കുക. അവസാനത്തെ കീ ആയ സാറ്റർഡേ നീക്കം ചെയ്യുക. #weektemp പ്രിന്റ് ചെയ്യുക. പ്രോഗ്രാം സേവ് കൂടാതെ എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം റിസൾട്ട് പരിശോധിക്കുക. താഴെ കാണുന്ന ലിങ്കിലുള്ള വീഡിയോ ഈ സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് വിശദീകരിക്കുന്നു. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. ഈ സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടീം സ്പോക്കൺ ട്യൂട്ടോറിയൽ ഉപയോഗിച്ച് ശില്പശാലകൾ നടത്തുന്നു. ഓൺലൈൻ പരീക്ഷ പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതുക. ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ NMEICT MHRDയുടെ പിന്തുണയോടെയാണ് നടത്തുന്നത്. ഈ സംരംഭത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ലിങ്കിൽ ലഭ്യമാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പ്രജുന വത്സലൻ വിടവാങ്ങുന്നു.